മക്കളും ഒരുമിച്ച് വന്നു. ഇഷ്ടം പോലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാം തരം ടീം വർക്കാണ് ഇവിടെ. ജീസന്റെ പെങ്ങൾ അൽഫോൻസയാണ് ഇതിനു വേണ്ട സാങ്കേതിക സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്നാ സൂപ്പറായിട്ടെന്നറിയാം മക്കൾ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. 200 പേജിന്റെ വരയിട്ട ബുക്ക് തന്നെ അങ്ങ് വാങ്ങി. ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്ന കോളുകളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പച്ച മഷിക്ക് ഒരു വര. ഇന്നലെ നല്ല ഷോപ്പിംഗ് നടത്തി നല്ല സൂപ്പർ ക്ലോത്തുകളൊക്കെ വാങ്ങി സംഭവം സെറ്റായി. രാവിലെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഏരിയ തിരിച്ച് മക്കളങ്ങ് ഇറങ്ങുവാണ്. പറയട്ടെ, ഇന്നലെ ഒറ്റ ദിവസം കഴുകിയ ടാങ്കിന്റെ എണ്ണം 6. പഠിക്കാൻ പോയ ജീസന്റെ ചേട്ടനും ചേട്ടന്റെ കൂട്ടുകാരനും അങ്ങനെ നാടും നാട്ടുകാരും അറിഞ്ഞു തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 7,000-ലധികം ടാങ്കാണ് അടിയന്തരമായിട്ട് കേരളത്തിൽ കഴുകാനുള്ളത്. ഞാൻ ഓർക്കുവാണ്, ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പ് ഓരോ പ്രദേശങ്ങളിൽ രൂപപ്പെട്ടാലുണ്ടല്ലോ മക്കൾക്ക് എന്ത് വർക്ക് കിട്ടുമെന്നറിയാവോ. കൂടെ വരുന്നവർക്ക് എല്ലാവർക്കും ജോലി, വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ ഒരാള്, എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള പോക്കറ്റ് മണി, പിന്നെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുമിച്ച് ഒരു ബിരിയാണി. അതിനെക്കുറിച്ച് ചോദിച്ചപ്പം പിള്ളേർ പറഞ്ഞു, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ലെന്നാണ് അപ്പം പറഞ്ഞേക്കുന്നത്. ഓർക്കണം, ഒരു വീട്ടിൽ ഒരു സംസാരവും ഇല്ലാതെ അവനവന്റെ മുറിയിൽ മൊബൈലും കുത്തിപ്പിടിച്ചിരുന്ന് നേരം വെളുത്തതിന്റെ പേരിൽ വൈകുന്നേരമാക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തലമുറ ഉള്ളിടത്താണ് ഇവിടെ എനർജറ്റിക്കും ക്രിയേറ്റീവ് ആയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇങ്ങനെ വളർന്നു വരുന്നത്. പ്രിയമുള്ളവരെ, കുറച്ച് മുതിർന്നവർ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന വണ്ണം കുറച്ച് പിള്ളേരെ ഒന്നിച്ചു കൂട്ടി ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ പറയും, ഒരു നാടിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമായത്. പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ളൂ. 10,000-കണക്കിന് ആൾക്കാരാണ് അതിനുവേണ്ടി ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഇങ്ങനെ ഫോം ചെയ്യപ്പെട്ടു. ഈ വീഡിയോ കാണുന്ന മക്കളെ, നിങ്ങൾ ഒന്നിച്ചു വാ. എന്നിട്ട് വീട് വൃത്തിയാക്കാനുണ്ടോ, ഇറങ്ങിത്തിരിക്കുക ഒരുമിച്ച്. 1 ലിറ്ററിന് 1 രൂപ നിരക്കിലാട്ടോ ഇവര് ടാങ്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ വിചാരിക്കൊന്നും വേണ്ട, പോക്കറ്റ് മണി എന്നൊന്നും പറഞ്ഞ് എഴുതി തള്ളണ്ട. ഒന്നാം തരം മണി തന്നെ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു കുഞ്ഞനുഭവത്തിൽ എന്ന് പറയാം, മക്കളെ, നിങ്ങളിങ്ങനെ പാർട്ട് ടൈം ജോബൊക്കെ ആയിട്ട് ഇറങ്ങുവാണെന്നുണ്ടല്ലോ വലിയൊരു സമൂഹം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുണ്ട്. ഇതൊക്കെ ഒരു കമ്പനിയായി 10,000-കണക്കിന് ആൾക്കാർക്ക് ജോലിയിലേക്ക് കയറാൻ വലിയ നേരമൊന്നും വേണ്ട കേട്ടോ. ലോകമെമ്പാടുമുള്ള മലയാളികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെയുണ്ട്. മുതിർന്നവരുടെ പിന്തുണയോടെ ധൈര്യമായി ഇറങ്ങുക. നാടുണ്ട് കൂടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.